മസാലദോശ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ. അതിലൊരു വെറൈറ്റിയും കൂടെ വന്നു കഴിഞ്ഞാലോ അടിപൊളിയായില്ലേ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചീസി മസാലദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നോക്കിയാലോ. കുക്കറിൽ ഞാൻ പൊട്ടറ്റോ കുക്കാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഉഴുന്ന് പരിപ്പും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന സവോള ഇട്ട് കൊടുക്കാം, പച്ചമുളകും ഇട്ട് കൊടുത്ത് അത് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. കുറച്ച് ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെക്കുക. അതൊന്ന് വറ്റി വന്ന് മസാല നമുക്ക് വേണ്ടുന്ന എത്ര ലൂസ് വേണം അതനുസരിച്ച് എടുക്കുക കേട്ടോ. അത് കുറച്ച് തിക്കായിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെ എടുക്കുക. അങ്ങനെ മാറ്റി നമുക്ക് മസാല വെക്കാം. ഇനി ദോശ മാറ്റി ഇതുപോലെ പാൻ ഒഴിച്ച് കൊടുക്കാം. ഇരുമ്പിൻ്റെ പാനാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി അതിനകത്ത് കുറച്ച് നെയ്യൊക്കെ തടകി കുറച്ച് അധികം തന്നെ ചീസും ഇട്ട് കൊടുത്ത് നമ്മളാക്കി വെച്ച മസാലയും അതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു എഗ്ഗും കൂടെ ആയാൽ അടിപൊളിയാണ് കേട്ടോ. മസാലദോശ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ. അതിലൊരു വെറൈറ്റിയും കൂടെ വന്നു കഴിഞ്ഞാലോ അടിപൊളിയായില്ലേ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചീസി മസാലദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നോക്കിയാലോ. കുക്കറിൽ ഞാൻ പൊട്ടറ്റോ കുക്കാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഉഴുന്ന് പരിപ്പും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന സവോള ഇട്ട് കൊടുക്കാം, പച്ചമുളകും ഇട്ട് കൊടുത്ത് അത് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. കുറച്ച് ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെക്കുക. അതൊന്ന് വറ്റി വന്ന് മസാല നമുക്ക് വേണ്ടുന്ന എത്ര ലൂസ് വേണം അതനുസരിച്ച് എടുക്കുക കേട്ടോ. അത് കുറച്ച് തിക്കായിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെ എടുക്കുക. അങ്ങനെ മാറ്റി നമുക്ക് മസാല വെക്കാം. ഇനി ദോശ മാറ്റി ഇതുപോലെ പാൻ ഒഴിച്ച് കൊടുക്കാം. ഇരുമ്പിൻ്റെ പാനാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി അതിനകത്ത് കുറച്ച് നെയ്യൊക്കെ തടകി കുറച്ച് അധികം തന്നെ ചീസും ഇട്ട് കൊടുത്ത് നമ്മളാക്കി വെച്ച മസാലയും അതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു എഗ്ഗും കൂടെ ആയാൽ അടിപൊളിയാണ് കേട്ടോ.